ഹലോ എവ്രി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് എന്ത് ചെയ്യാം, തേർഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കാണ് കാണിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, 2 കൂട്ടർക്കും ഒരേപോലെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, 2 കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കുക. ഒരു കോൺവെർസേഷൻ ആണ്. ഒന്നാമത്തെ കുട്ടി പറയണേ, മനുഷ്യരായി ജനിച്ചതിൽ നമ്മൾ അഭിമാനിക്കണം. ജീവിമണ്ഡലത്തിൽ ഏറ്റവും വികസിതവും കാര്യക്ഷമവുമായ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള മസ്തിഷ്കവും ജ്ഞാനേന്ദ്രിയങ്ങളും നമുക്കല്ലേ ഉള്ളത്, മനുഷ്യർക്കല്ലേ ഉള്ളതെന്നുള്ളത്. അതായത് നമ്മളായി ജനിച്ചതിൽ അഭിമാനിക്കണം. കാരണം നമുക്കാണ് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനും ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗൻസും സെൻസ് ഓർഗൻസും കാണുന്നു എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. മസ്തിഷ്കത്തിന്റെ കാര്യം പറഞ്ഞാൽ പോരെ, ജ്ഞാനേന്ദ്രിയങ്ങൾ മസ്തിഷ്കത്തിന്റെ തുടർച്ചയാണല്ലോ. അതായത് മറ്റൊരു പറയുന്ന മസ്തിഷ്കത്തിന് കാര്യം പറഞ്ഞാൽ മതിയല്ലോ, സെൻസ് ഓർഗൻസിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനോട് നമ്മുടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഓഫ് കോഴ്സ് നമുക്കറിയാം, ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനും എഫിഷ്യന്റ് ആയിട്ട് ബ്രെയിൻ നമുക്കുണ്ട് അല്ലെ, മസ്തിഷ്കം നമുക്കുണ്ട്. മറ്റ് ജീവികൾക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ എഫിഷ്യന്റ് ആൻഡ് ഡെവലപ്ഡ് ബ്രെയിൻ നമുക്കുണ്ട്. എന്നാൽ മറ്റു ജീവികളെക്കാളും മികച്ചൊരു ഇന്ദ്രിയങ്ങള്, സെൻസ് ഓർഗൻസ് നമുക്കുണ്ട് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. കാരണം ഉദാഹരണമായിട്ട് നായകളുടെ ഒരു ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിലെ, അതായത് അവരുടെ ഘ്രാണശക്തി അതുപോലെ തന്നെ നമ്മുടെ ഈ കഴുകന്റെ ഒക്കെ, ഈഗിളിന്റെ ഒക്കെ കാഴ്ചശക്തി, ഇതൊക്കെ പക്ഷേ സ്പെഷ്യൽ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ നമ്മുടെയാണ് ഭയങ്കര എഫിഷ്യന്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബ്രെയിൻ ഡെവലപ്ഡ് ആയിട്ടുള്ള നമുക്ക് തന്നെയാണ്, എഫിഷ്യന്റ് ആൻഡ് ഡെവലപ്ഡ് ബ്രെയിൻ നമുക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതാ, വികസിതവും കാര്യക്ഷമവുമായ മസ്തിഷ്കം, അതായത് ഡെവലപ്ഡ് ആൻഡ് എഫിഷ്യന്റ് ബ്രെയിൻ നമുക്കുണ്ട്. അടുത്ത ABC കോളങ്ങളിലെ വിവരങ്ങൾ പരിശോധിക്കുക. 3 കോളംസിലെയും ടേംസ് നോക്കണം. കോക്ലിയ, കർണപടം എന്ന് പറഞ്ഞാൽ ടിംപാനം, വെസ്റ്റിബ്യൂൾ ഗ്രാഹികൾ, വെസ്റ്റിബ്യൂൾ റിസപ്റ്റേഴ്സ്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്നാണ് ഉദ്ദേശിച്ചത്, യൂസ്റ്റേഷ്യൻ നാളി, ബാഹ്യകർണം ഔട്ടർ ഇയർ, ഗ്രസനി എന്ന് പറഞ്ഞാൽ ഫാരിങ്സ് ആണ്, പെരിലിംഫ് ഓർഗൻ ഓഫ് കോർട്ടി, നാഡീതന്തുക്കൾ നെർവ് ഫൈബേഴ്സ്, അസ്ഥി ശൃംഖല ഇയറോസിക്കിൾസ്, ഓവൽ വിൻഡോ സെറിബെല്ലം, എൻഡോലിംഫ്, ശബ്ദഗ്രാഹികൾ ഓഡിറ്ററി റിസപ്റ്റേഴ്സ്, ഹൈപ്പോതലാമസ്. ഇങ്ങനെ നമ്മൾ ഈ 3 കോളത്തിലെയും വാക്കുകൾ ജസ്റ്റ് നോക്കൂ. പരസ്പരം ബന്ധിപ്പിക്കാവുന്ന വിവരങ്ങൾ 3 കോളങ്ങളിൽ നിന്ന് ഉണ്ടെങ്കിൽ മാത്രം തിരഞ്ഞെടുത്ത പട്ടികയിൽ പുനഃക്രമീകരിക്കാം. അതായത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ നമ്മൾ പഴയ മെത്തേഡിൽ മാച്ച് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. അങ്ങനെ മാച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 3 കോളത്തുനിന്നും നമുക്ക് എടുത്ത് മാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ മാത്രം മാച്ച് ചെയ്യാൻ മതി. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ടേംസിനകത്ത് നോക്കാം ആരൊക്കെയാന്നുള്ളത്. ഫസ്റ്റ് വൺ, കോക്ലിയ. കോക്ലിയുടെ മാച്ച് ആയിട്ടുള്ളതാണ് ഓർഗൻ ഓഫ് കോർട്ടി അല്ലെ. നമുക്കറിയാം കോക്ലിന്റെ അകത്താണ് ഓർഗൻ ഓഫ് കോർട്ടി. അത് എന്തിനുള്ളതാണ്? നമ്മുടെ ബാലൻസിനുള്ളതാണ് അല്ലെ. അപ്പൊ എൻഡോലിംഫ്. ഇതൊരു ജോഡി കേട്ടോ. അടുത്തൊരു പേര് കളർ ഒന്ന് മാറ്റുന്നുണ്ട്. അടുത്തൊരു പേരാണ് കർണപടം, ടിംപാനം. അതിന്റെ കൂടെ ഉള്ളതാണ് അസ്ഥി ശൃംഖല ഇയറോസിക്കിൾസ്. അതിന്റെ പേരാണെന്ത്? ഓവൽ വിൻഡോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു 2 സെറ്റ് മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ കഴിയുന്നത്. ബാക്കിയുള്ള ടേംസുകൾ എന്ന് ബിയിലേക്ക് മാച്ച് ചെയ്താൽ ബിന്ന് സിയിലേക്ക് മാച്ച് ആവണമെന്നില്ല. ആ 3 കോളത്തിൽ നിന്നും പരസ്പരം ബന്ധിപ്പിക്കാവുന്ന പോയിന്റ്സ് നമ്മൾ എന്തെടുത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. റോഡ് കോശങ്ങളുടെ വിഘടന ഫലമായാണ് റെറ്റിനയിൽ ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, പ്രകാശം വന്ന് പതിക്കുമ്പോൾ നമ്മുടെ കണ്ണിനകത്ത് കാണപ്പെടുന്ന 2 ഗ്രാഹികളുണ്ട്, 2 സെൽസ് ഉണ്ട്. ഫോട്ടോ കോൺ സെൽസ് ആൻഡ് റോഡ് സെൽസ്. കോൺ സെൽസും കോൺ കോശങ്ങളും ഉണ്ട്. അപ്പോൾ പ്രകാശം വന്ന് പതിക്കുമ്പോൾ ശരിക്കും അവിടെ ആ കോശങ്ങളല്ല വിഘടിക്കുന്നത്, പകരം ആ കോശങ്ങളിൽ കാണപ്പെടുന്ന, ആ സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ്, വർണ്ണങ്ങളാണ് വിഘടിക്കുന്നത്. അപ്പൊ ഇവിടെ റോഡ് കോശങ്ങളുടെ വിഘടന ഫലം എന്നാൽ തെറ്റാണ്. പകരം റോഡോപ്സിന്റെ വിഘടന ഫലമായി റെറ്റിനയിൽ ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയാം. നമുക്ക് റോഡ് കോശങ്ങളിലെ വർണ്ണകമായ റോഡോപ്സിന്റെ വിഘടന ഫലമായാണ് റെറ്റിനയിൽ ഉദ്ദീപനം ഉണ്ടാകുന്നത്.
ഇവിടെ നമുക്ക് എന്ത് പറയാം, റോഡോപ്സിൻ. റോഡോപ്സിൻ ആണ് എന്ത് ചെയ്യുന്നത്, ഡിസോസിയേറ്റ് ചെയ്യുന്നത്, വിഘടിക്കുന്നത്. റോഡോപ്സിൻ ആണ് എന്ത് ചെയ്യുന്നത്, വിഘടിക്കുന്നത്, ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികൾ വിശകലനം ചെയ്ത് പരസ്പര ബന്ധം എന്തെന്ന് കണ്ടെത്തിയെഴുതുക. റെറ്റിനാൽ നിശാന്തത. നമുക്കറിയാം റെറ്റിനാൽ നിശാന്തത, റെറ്റിനാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. റോഡ് കോശങ്ങളിലെ വർണ്ണകമായിട്ടുള്ള റോഡോപ്സിന്റെ ഒരു പ്രധാന ഘടകമാണെന്ത്, റെറ്റിനാൽ. നമുക്കറിയാം നമ്മുടെ റോഡ് സെൽസിൽ, ഇതിന് ആൻസർ പറഞ്ഞു കേട്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഓക്കെ, റോഡ് സെൽസിലെ ഒരു പിഗ്മെന്റ് ആണെന്ത്, റോഡോപ്സിൻ. റോഡ് കോശങ്ങളിലെ വർണ്ണകമായ ഈ റോഡോപ്സിന്റെ ഒരു നിർമ്മാണ ഘടകമാണെന്ത്, അല്ലെങ്കിൽ പ്രധാന ഘടകമാണെന്ത്, നമ്മുടെ റെറ്റിനാൽ എന്ന് പറയുന്നുണ്ട്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം റെറ്റിനാൽ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നു. അപ്പൊ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനാലിന്റെ ഉൽപാദനം കുറയും. റെറ്റിനാലിന്റെ ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് റോഡോപ്സിന്റെ ഉൽപാദനം കുറയും, അതിന്റെ ഒരു പുനഃക്രമീകരണം കുറയും. ആ റോഡോപ്സിന്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സെൽസിന് മങ്ങിയ വെളിച്ചത്തിൽ ഡിം ലൈറ്റിൽ കാഴ്ചകൾ സാധ്യമാകാൻ പ്രയാസമായിരിക്കും. അതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. എന്താണ്, റെറ്റിനാലും നിശാന്തല ബന്ധം. റെറ്റിനാൽ എന്ന് പറയുന്നത് റോഡോപ്സിന്റെ ഒരു നിർമ്മാണ ഘടകമാണ്. റോഡോപ്സിൻ മര്യാദയ്ക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവണം, റെറ്റിനാൽ ഉണ്ടാകണം. റെറ്റിനാലിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ റോഡോപ്സിന്റെ റീസിന്തസിസ് പുനരുൽപാദനം കുറയും. അതുവഴി മങ്ങിയ വെളിച്ചത്തിലുള്ള ഡിം ലൈറ്റിലുള്ള കാഴ്ച അസാധ്യമാകും. അതാണ് അവസ്ഥയാണ് നിശാന്തത. അടുത്ത ഉമാമി സ്വാദുമുകുളം. ഉമാമി എന്നത് അടിസ്ഥാന രുചികളിൽ ഒന്നാണ്, നമ്മുടെ ബേസിക് ടേസ്റ്റ് ആണെന്ത്, ഉമാമി. ഈ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഘടകങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്വാദുമുകുളങ്ങളിൽ കാണപ്പെടുന്നത്. അപ്പൊ ഉമാമി എന്ന് പറയുന്നത് എന്താണ്, അത് കേൾക്കുമ്പോൾ പഠിക്കണം. ഉമാമി എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ടേസ്റ്റ് ആണ്, ഒരു അടിസ്ഥാന രുചിയാണെന്ത്, ഉമാമി. ഈ രുചിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികൾ അഥവാ കീമോറിസെപ്റ്റേഴ്സ്, ഇവിടെ കാണപ്പെടുന്നു സ്വാദുമുകുളങ്ങളിൽ അഥവാ ടേസ്റ്റ് ബഡ്സിൽ കാണപ്പെടുന്നുണ്ട്. അത് ഉമാമിയുടെ കേസിൽ മാത്രമല്ല, എല്ലാ ടേസ്റ്റുകളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന കീമോറിസെപ്റ്റേഴ്സ്, രാസഗ്രാഹികള് നമ്മുടെ ടേസ്റ്റ് ബഡ്സിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. അടുത്തത് എന്താണ് കോൺ കോശവും വർണ്ണാന്തതയും ബന്ധം. കോൺ കോശം, കോൺ സെൽസ്, വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നെസ്. റെറ്റിനയിൽ കാണപ്പെടുന്ന കോൺ കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളാണ്. നമുക്കറിയാം കോൺ സെൽസ്, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തല്ലേ, അതായത് കോൺ ഐസ്ക്രീം ആലോചിക്കാം. കോൺ ഐസ്ക്രീം പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് ഉണ്ടാവും അല്ലേ, പല നിറങ്ങൾ അല്ലെ, വ്യത്യസ്ത നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളാണ് നമ്മുടെ കോൺ സെൽസ്. ഈ കോൺ കോശങ്ങൾക്ക് തകരാർ സംഭവിക്കുകയോ അവയുടെ എണ്ണത്തിൽ കുറവുണ്ടാവുകയോ ചെയ്താൽ എന്താവസ്ഥ ഉണ്ടായിരിക്കും, വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഭയങ്കര ബന്ധമുണ്ട്. കോൺ കോശങ്ങളുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തിലേക്ക് നയിക്കും, വർണ്ണാന്തത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നയിക്കും. നമുക്ക് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടല്ലേ, നോക്കാം നമുക്ക് കേട്ടോ. താങ്ക് യു.